الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ألا إن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإنه لعلم للساعة فلا تمترن بها واتبعون هذا صراط مستقيم وإنه لعلم للساعة فلا تمترن بها واتبعون هذا صراط مستقيم ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ നിങ്ങളോടും ആദ്യമായി ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശുദ്ധ ഖുർആനിലും സ്വഹീഹായ ഹദീസുകളിലും ഈസാ പ്രവാചകൻ അലൈഹിസ്സലാമയെ എങ്ങനെയാണ് വിശദീകരിച്ചത് എന്ന് കഴിഞ്ഞ ആഴ്ചത്തെ ഖുതുബയിൽ നാം പറയുകയുണ്ടായി. ഈസാ അലൈഹിസ്സലാം അല്ലാഹുവിൻ്റെ ചൈതന്യമാണ്, അവൻ്റെ വചനമാണ്. അതോടൊപ്പം അല്ലാഹുവിൻ്റെ സൃഷ്ടിയും അവൻ്റെ അടിമയും മാത്രമല്ല, അവൻ്റെ നിശ്ചയദാർഢ്യമുള്ള ഉലുൽ അസ്മുകളായ പ്രവാചകന്മാരിൽപ്പെട്ട 5 പ്രവാചകന്മാരിൽപ്പെട്ട ഒരു പ്രവാചകനുമാണ്. ഇതെല്ലാം ഈസാ പ്രവാചകൻ അലൈഹിസ്സലാമയ്ക്ക് വിശുദ്ധ ഖുർആൻ കൽപ്പിക്കുന്ന സ്ഥാനങ്ങളാണ്, മഹത്വങ്ങളാണ്. എന്നാൽ ദൈവമായോ ദൈവപുത്രനായോ ദൈവാംശമുള്ള സൃഷ്ടിയായോ ഇസ്ലാം സൃഷ്ടികളിൽ, മനുഷ്യരിൽ, മറ്റു ജീവജാലങ്ങളിലും ആരെയും കാണുന്നില്ല. ഈസാ പ്രവാചകൻ അലൈഹിസ്സലാമയും അല്ലാഹുവിൻ്റെ സൃഷ്ടിയായതുകൊണ്ട്, മനുഷ്യനായതുകൊണ്ട് അങ്ങനെ ഈസാ പ്രവാചകനെയും മനസ്സിലാക്കുന്നില്ല എന്നും നാം വ്യക്തമാക്കുകയുണ്ടായി. ഈസാ അലൈഹിസ്സലാമയുമായി ബന്ധപ്പെട്ട ഈ വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. അതാണ് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടേണ്ടുന്ന ഇസ്ലാമിൻ്റെ അഖീദ. ആ അഖീദ വിശദീകരിക്കുന്നതിൻ്റെ ഭാഗമായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ ഖുതുബ. ഇനി ഈസാ പ്രവാചകൻ അലൈഹിസ്സലാമയുടെ പുനരാഗമനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈസാ പ്രവാചകൻ വീണ്ടും വരും. ആകാശത്തിലേക്ക് അല്ലാഹു തആല ഉയർത്തിയ ഈസാ പ്രവാചകൻ മാനവരാശിയുടെ അടുത്തേക്ക് വീണ്ടും വരും. അതിനെ സംബന്ധിച്ച് വിശദീകരിക്കാനാണ് ഇന്നത്തെ ഖുതുബ പ്രയോജനപ്പെടുത്തുന്നത്. അല്ലാഹു പറയാനും കേൾക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. തീർച്ചയായും പൈശാചികതകൾക്കും ക്രൂരതകൾക്കും ലോകത്ത് മേധാവിത്വം ലഭിക്കുകയും
മനുഷ്യത്വം വലിയ വെല്ലുവിളികൾ അഭിമുഖീകരിക്കുകയും ചെയ്യുന്ന പുതിയ കാലഘട്ടത്തിൽ മശിഹായുടെ ഈസാ പ്രവാചകൻ അലൈഹിസ്സലാമയുടെ പുനരാഗമനത്തെ സംബന്ധിച്ചുള്ള അറിവുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അത് ലോകത്തിന് വലിയ ആശ്വാസം നൽകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലാതെ ഈസാ പ്രവാചകൻ അലൈഹിസ്സലാമയാണെങ്കിലും അതല്ലെങ്കിൽ അന്ത്യദിനത്തോട് അനുബന്ധിക്കുന്ന കാലയളവിൽ ഇസ്ലാമിക സമൂഹത്തിന് നായകത്വം വഹിക്കാൻ, ആ നായകത്വം ഏറ്റെടുക്കുന്ന ഇമാം മഹദിയുടെ രംഗപ്രവേശമാണെങ്കിലുമെല്ലാം അവയെ സംബന്ധിച്ചുള്ള പഠനവും ചർച്ചകളുമെല്ലാം പുതിയ കാലഘട്ടത്തിൽ ഇസ്ലാമിക സമൂഹത്തിന് മാത്രമല്ല ലോകത്തിന് തന്നെ ആശ്വാസം നൽകുന്ന അറിവുകളാണ്. ആ ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു കാര്യങ്ങളെ ശരിയാവണ്ണം മനസ്സിലാക്കാൻ നമുക്ക് ഉദവി നൽകുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സൂറ അസ്-സുഖ്റുഫ് 61-ാം വചനത്തിൽ അള്ളാഹു പറയാൻ وَإِنَّهُ لَعِلْمٌ لِلسَّاعَةِ فَلَا تَمْتَرُنَّ بِهَا وَاتَّبِعُونِ وَإِنَّهُ لَعِلْمٌ لِلسَّاعَةِ നിശ്ചയം ഈസാ പ്രവാചകൻ അലൈഹിസ്സലാം അന്ത്യദിനത്തെ സംബന്ധിച്ചുള്ള അറിവാണ്. അന്ത്യദിനത്തിനുള്ള അടയാളമാണ് ഈസാ പ്രവാചകൻ അലൈഹിസ്സലാം. ഫലാ തംതറുന്ന ബിഹാ, നിങ്ങൾ അന്ത്യദിനത്തിൽ സംശയിക്കാൻ പാടില്ല, അത് സംഭവിക്കുക തന്നെ ചെയ്യും. അതിൻ്റെ മുന്നോടിയായി ഈസാ പ്രവാചകൻ അലൈഹിസ്സലാമയുടെ പുനരാഗമനമുണ്ടാവും വിശ്വാസികളോട് അല്ലാഹു തആല അവന്റെ ഗ്രന്ഥത്തിലൂടെ പറയാൻ. അതുകൊണ്ട് ഫത്തബിഊൻ, നിങ്ങൾ എന്നെ പിന്തുടരണേ, നിങ്ങൾ അല്ലാഹുവിനെ അനുധാവനം ചെയ്യണേ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളെ പിന്തുടരണേ. ഹാദാ സിറാത്തും മുസ്തഖീം, ഇതാണ് ചൊവ്വായ മാർഗം, ഇതാണ് ശരിയായ മാർഗം. ഈസാ അലൈഹിസ്സലാമയുടെ ആഗമനം, പുനരാഗമനമുണ്ടാവും എന്നീ ഗ്രന്ഥത്തിലൂടെ അല്ലാഹു തആല ആവർത്തിച്ചുകൊണ്ട് പറയാൻ. സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹാന്മാരായ പണ്ഡിതന്മാരെ, ഖുർആൻ വ്യാഖ്യാതാക്കൾ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. ഖുർആൻ വ്യാഖ്യാതാക്കളുടെ തലവനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ, വഇന്നഹു ലഇൽമുൽ ലിസ്സാഅഹ, നിശ്ചയം ഈസാ പ്രവാചകൻ അലൈഹിസ്സലാം അന്ത്യദിനത്തിന്റെ അടയാളമാണ്, അറിവാണ്. വഇന്നഹു, നിശ്ചയം അത്, ലഇൽമുൽ ലിസ്സാഅഹ, അന്ത്യദിനത്തിനുള്ള അറിവാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്. ഏത്? ഹുവ ഖുറൂജു ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം, ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാമയുടെ പുറപ്പാട്, പുനരാഗമനം അന്ത്യദിനത്തിന്റെ അടയാളമാണ്. ഈസാ നബി അലൈഹിസ്സലാമയുടെ ഇറക്കം അന്ത്യനാളിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. അത് സംഭവിച്ചു കഴിഞ്ഞാൽ അന്ത്യദിനം വളരെയേറെ അടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ തന്നെ അന്ത്യദിനം അടുത്തിരിക്കുകയാണ്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം തന്നെ അന്ത്യദിനത്തിന്റെ ഭാഗമാണ്. ഇനി ഈസാ പ്രവാചകൻ അലൈഹിസ്സലാമയുടെ പുനരാഗമനം ഉണ്ടാകുമ്പോഴോ അന്ത്യദിനം ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഈസാ നബി അലൈഹിസ്സലാമയുടെ പുനരാഗമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേറെയും ഖുർആനിക വചനങ്ങളുണ്ട്. സൂറ അൻ-നിസാ 158-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയാൻ, ബർറഫഅഹുല്ലാഹു ഇലൈഹി, ആ പ്രവാചകനെ അവരെ കുരിശിലേറ്റിയിട്ടില്ല, അവരെ കൊന്നിട്ടുമില്ല. പക്ഷേ സംഭവിച്ചത് എന്തായിരുന്നു? അല്ലാഹുവിലേക്ക് അല്ലാഹു ഉയർത്തുകയായിരുന്നു. അതൊരു അത്ഭുതമാണ്. ആ പ്രവാചകന്റെ കാര്യത്തിൽ നിരവധി അത്ഭുതങ്ങൾ അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. അതുപോലെയുള്ള ഒരു അത്ഭുതമായിരുന്നു അല്ലാഹുവിലേക്ക് അദ്ദേഹത്തെ ഉയർത്തുക എന്നുള്ളതും. വകാന അല്ലാഹു അസീസൻ ഹകീമാ, അല്ലാഹു പ്രതാപവാനാണ്, യുക്തിജ്ഞനാണ്. ആ പ്രവാചകൻ വീണ്ടും സമാഗതമാവും. ആ സമാഗതമാവുന്ന ഘട്ടത്തിൽ വയമ്മിൻ അഹ്ലിൽ കിതാബി ഇല്ലാ ലയുമിനന്ന ബിഹി ഖബല മൗതിഹി, ഖുർആൻ പറയാണ്, വേദക്കാരിൽപ്പെട്ട എല്ലാ ആളുകളും, അന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ ആളുകളും അദ്ദേഹത്തിന്റെ മരണത്തിന്റെ മുന്നോടിയായി തന്നെ അദ്ദേഹത്തിൽ ശരിയാം വണ്ണം വിശ്വസിക്കും. അദ്ദേഹം പ്രബോധനം ചെയ്ത ആശയങ്ങളിൽ വള്ളിപുള്ളി തെറ്റാതെ ശരിയാം വണ്ണം വേദക്കാരിൽപ്പെട്ട ആളുകൾ മുഴുവൻ വിശ്വസിക്കും.
വയൗമൽ ഖിയാമത്തി യകൂനു അലൈഹിം ഷഹീദാ, അന്ത്യദിനത്തിൽ ആ പ്രവാചകൻ അലൈഹിസ്സലാം അവരുടെ മേൽ സാക്ഷിയാവുകയും ചെയ്യും. ഈ വചനത്തിന്റെ വ്യാഖ്യാനത്തിൽ അബൂ മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞു, ദാലിക ഇൻദ നുസൂലി ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം, ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം ഇറങ്ങുന്ന സന്ദർഭത്തിൽ ലാ യബ്ഖാ അഹദും മിൻ അഹ്ലിൽ കിതാബി ഇല്ലാ ലയുമിനന്ന ബിഹി, വേദക്കാരിൽപ്പെട്ട ഒരാളും അവശേഷിക്കുകയില്ല ആ പ്രവാചകനെ സത്യപ്പെടുത്താതെ, ആ പ്രവാചകനെ അംഗീകരിക്കാതെ. അത് ജൂതരാണെങ്കിലും ക്രൈസ്തവരാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും എങ്ങനെയാണോ ആ പ്രവാചകനെ ഉൾക്കൊള്ളേണ്ടത് അതിൻ്റെ ശരിയായ രീതിയിൽ തന്നെ ആ പ്രവാചകൻ അവരെ സത്യപ്പെടുത്തുകയും അംഗീകരിക്കുകയും ചെയ്യും. ആ പ്രവാചകൻ അല്ലാഹുവിൻ്റെ ചൈതന്യവും വചനവും അതോടൊപ്പം അല്ലാഹുവിൻ്റെ ദാസനും അല്ലാഹുവിൻ്റെ ദൂതനുമാണെന്ന് അവരെല്ലാവരും ഒരുപോലെ അംഗീകരിക്കും. എന്ന് മാത്രമല്ല, ആ പ്രവാചകനിൽ ഉലൂഹിയത്തിൻ്റെ അംശം ഒട്ടുമേയില്ലെന്നും വേദക്കാരെ മുഴുവനും ഒരുപോലെ അംഗീകരിക്കും. ഖുർആൻ പറയാണ്. അതെപ്പോഴാണ് സംഭവിക്കുക? അതാ പ്രവാചകന്റെ പുനരാഗമനമുണ്ടാവുന്ന ഘട്ടത്തിലാണ്. എല്ലാവരും ശരിയാവണ്ണം ആ പ്രവാചകനെ വീണ്ടും ശരിയാവണ്ണം ആ പ്രവാചകൻ അംഗീകരിക്കുന്നത്. ആ പ്രവാചകൻ അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം അലൈഹിസ്സലാം ഒരുപാട് തെറ്റായ ധാരണകൾ ആളുകൾ പ്രചരിപ്പിച്ചു ആ പ്രവാചകനെ സംബന്ധിച്ച്. ആ ധാരണകളെല്ലാം തിരുത്തിക്കൊണ്ട് ലോകം മുഴുവൻ ശരിയാവണ്ണം വേദക്കാർ ശരിയാവണ്ണം ആ പ്രവാചകനിൽ വിശ്വസിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വ്യാഖ്യാനം പറഞ്ഞതായിട്ട് അത്താ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്. സഹോദരങ്ങളെ, അന്ത്യദിനത്തിന്റെ 10 അടയാളങ്ങളെ വേറിട്ടുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരുപാട് അടയാളങ്ങളുണ്ട്, പക്ഷേ 10 അടയാളങ്ങളെ ഒരു ഹദീസിൽ ഒരുമിപ്പിച്ചു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 10 അടയാളങ്ങളിൽ ഒന്നും ഈസാ പ്രവാചകൻ അലൈഹിസ്സലാമയുടെ പുനരാഗമനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നകാലൻ തഖൂമ ഹത്താ തറൂന ഖബലഹ 10 ആയാത്ത്. ആ അന്ത്യദിനത്തിന്റെ മുമ്പ് 10 അടയാളങ്ങൾ ശരിയാവണ്ണം സംഭവിക്കുന്നത് വരെ ആ അന്ത്യദിനം സംഭവിക്കുകയില്ല. ഫദക്കറ ദുഖാൻ, അന്ത്യദിനത്തോടനുബന്ധിച്ചുകൊണ്ട് മുന്നോടിയായിട്ടൊരു പുകയുണ്ടാവും. എന്നാണ് അതിന്റെ സ്വഭാവം എന്നറിഞ്ഞുകൂടാ, അല്ലാഹു അഅലം. വദ്ദജ്ജാൽ, ദജ്ജാലിന്റെ പുറപ്പാടുണ്ടാകും. വദ്ദാബ്ബ, ദാബത്തുൽ അർദ് എന്ന് പറയുന്ന ഒരു ജീവിയുടെ പുറപ്പാടുണ്ടാകും. വതുലു വശംസി മിൻ മഗ്രിബിഹാ, സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദയം കൊള്ളും. വനുസൂല ഈസ ഇബ്നു മറിയം, അതുപോലെ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം അദ്ദേഹം വീണ്ടും ഇറങ്ങി വരും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാമയുടെ പുനരാഗമനം ഉണ്ടാവും. വയജൂജ വമജൂജ്, യജൂജിന്റെയും മജൂജിന്റെയും പുറപ്പാടുണ്ടാവും. വഹലാഹത ഖുസൂഫിൻ, 3 ഗ്രഹണങ്ങൾ സംഭവിക്കും. വേറിട്ട 3 ഗ്രഹണങ്ങൾ. ഖസ്ഫുൻ ബിൽ മശ്രിഖി, ഒരു ഗ്രഹണം അത് പൗരസ്ത്യ ലോകത്താവും. വഖസ്ഫുൻ ബിൽ മഗ്രിബി, ഒരു ഗ്രഹണം അത് പാശ്ചാത്യ ലോകത്താകും. വഖസ്ഫുൻ ബി ജസീറത്തിൽ അറബി, അതുപോലെ തന്നെ വേറൊരു ഗ്രഹണം അറേബ്യൻ ഉപദ്വീപിലാവും. അങ്ങനെ പ്രത്യേകമായ 3 ഗ്രഹണങ്ങൾ ഉണ്ടാവും. വആഖിറു ദാലിക നാറുൻ തഖ്റുജു മിനൽ യമൻ, എല്ലാറ്റിന്റെയും അവസാനമായി യമനിൽ നിന്ന് പുറപ്പെടുന്ന ഒരു അഗ്നിയായിരിക്കും, ഒരു തീയായിരിക്കും. തതുറുദുൻ നാസ ഇലാ മഹ്ശരിഹിം, ആ തീ എല്ലാവരെയും അവരുടെ മഹ്ശറിലേക്ക്, ഒരുമിച്ച് കൂടാനുള്ള ഇടത്തിലേക്ക് അവരെ പായിപ്പിക്കും. ആ തീയോടുകൂടി, ആ തീയുടെ പുറപ്പാടോടുകൂടി എല്ലാവരും മഹ്ശറിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം 10 അടയാളങ്ങൾ, സവിശേഷമായ 10 അടയാളങ്ങൾ പറഞ്ഞപ്പോഴും അതിൽ ഒരടയാളം ഈസാ അലൈഹിസ്സലാം വീണ്ടും ആഗതമാവലാണ്. ഈസാ അലൈഹിസ്സലാം ആകാശത്ത് നിന്ന് ഇറങ്ങി വരലാണ്. നിരവധി ഹദീസുകളിൽ, സ്വഹീഹായ ഹദീസുകൾ മാത്രം എടുക്കാം, ഏതെങ്കിലും അർത്ഥത്തിലുള്ള ദൗർബല്യമുള്ള ഹദീസുകളെ മുഴുവൻ ഒഴിവാക്കിക്കൊണ്ട് സ്വഹീഹായ ഹദീസുകളെ മാത്രമാണ് പരിഗണിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, ഈസാ അലൈഹിസ്സലാമയുടെ പുനരാഗമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ അറിവുകളും നമ്മെക്കൊണ്ട് സാധ്യമാവുന്ന രീതിയിൽ എല്ലാ അറിവുകളും നമ്മൾ സ്വായത്തമാക്കണം. വിശ്വാസികൾ അറിയാൻ വേണ്ടിയാണല്ലോ റസൂലുള്ളാഹി ഈ ഹദീസുകളൊക്കെ പറഞ്ഞത്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് ബഅസല്ലാഹുൽ മസീഹ് ഇബ്നു മറിയം, മസീഹ് ഇബ്നു മറിയമിനെ അല്ലാഹു തആല നിയോഗിക്കുന്ന സന്ദർഭം,
എവിടെയായിരിക്കും മസീഹ് ഇബ്നു മറിയം ഇറങ്ങി വരിക അലൈഹിസ്സലാം? ഫയൻസിലു ഇൻദൽ മനാറത്തുൽ ബൈദാ ശറഖിയ്യ ദിമശ്ക്. മനാറത്തുൽ ബൈദാഇന്റെ അടുക്കലായിരിക്കും മസീഹ് ഇബ്നു മറിയം ഇറങ്ങി വരിക. ഡമസ്കസിന്റെ കിഴക്ക് ഭാഗത്താണ് മനാറത്തുൽ ബൈദാ ഉള്ളത്. ഇന്ന് നിങ്ങൾ മനാറത്തുൽ ബൈദാ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ഥലം കാണാം, ചിലപ്പോഴെല്ലാം വേറെയും സ്ഥലങ്ങൾ കാണാം. അതൊക്കെ ആളുകളുടെ ധാരണയനുസരിച്ച് അവർ ഡിഫൈൻ ചെയ്തിട്ടുള്ള, നിർണയിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ്. അത് തന്നെ ആവണമെന്നില്ല, അതാവാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ വീണ്ടും മനാറത്തുൽ ബൈദാ ഈസാ ഇബ്നു മറിയം അലൈഹിസ്സലാം വരുന്ന കാലമാവുമ്പോഴേക്ക് രൂപപ്പെട്ടു കൊള്ളണം, ആ ഒരു സാധ്യതയുമുണ്ട്. ഇപ്പോഴുള്ള മനാറത്തുൽ ബൈദാ അല്ലാതെ വേറെയും മനാറത്തുൽ ബൈദാ ആ കാലഘട്ടത്തിൽ ഉണ്ടാവാം. അല്ലാഹു അഅലം. അല്ലാഹുവാണ് കൂടുതൽ അറിയുന്നവൻ, അല്ലാഹുവാണ് ഏറ്റവും നന്നായി അറിയുന്നവൻ. ഇനി എങ്ങനെയാണ് മനാറത്തുൽ ബൈദായിലേക്ക് ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നതെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ഹദീസിന്റെ ബാക്കിയാണ്. ബൈന മഹ്റൂദത്തൈൻ, മഞ്ഞ നിറത്തിലുള്ള രണ്ട് വസ്ത്രങ്ങളിലായിട്ടായിരിക്കും ഈസാ അലൈഹിസ്സലാം ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരിക. വാലിയൻ കഫൈഹി അലാ അജ്നിഹത്തി മലക്കൈൻ. ആ പ്രവാചകൻ അലൈഹിസ്സലാം വാലിയൻ കഫൈഹി അലാ അജ്നിഹത്തി മലക്കൈൻ, രണ്ട് മലക്കുകളുടെ ചിറകുകളിൽ അദ്ദേഹത്തിന്റെ രണ്ട് കൈകളും വെച്ചുകൊണ്ടായിരിക്കും ആ പ്രവാചകൻ അലൈഹിസ്സലാം ഇറങ്ങി വരിക. ഇദാ റഅസഹു ഖതറ വഇദാ റഫഅഹു തഹദ്ദറ മിൻഹു ജുമാനുൻ കല്ലുഅ്ലി. തല താഴ്ത്തുമ്പോൾ വെള്ളം ഇറ്റുവീഴും, തല ഉയർത്തിയാൽ മുത്തുമണികളെ പോലെ തുള്ളികൾ ഇറ്റുവീഴുകയും ചെയ്യും. തല താഴ്ത്തുമ്പോൾ വെള്ളം ഇറ്റുവീഴും, തല ഉയർത്തിയാൽ മുത്തുമണികളെ പോലെ തുള്ളികൾ ഇറ്റുവീഴുകയും ചെയ്യും. തല നനഞ്ഞത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് ധരിക്കണ്ട. ഈസാ പ്രവാചകൻ അലൈഹിസ്സലാമിലൂടെ അല്ലാഹു നിരവധി അത്ഭുതങ്ങൾ സൃഷ്ടിച്ചതുപോലെയുള്ള ഒരത്ഭുതമായിരിക്കും അതും. അദ്ദേഹം തല ഉയർത്തിയാലും തല താഴ്ത്തിയാലും വെള്ളത്തുള്ളികൾ അദ്ദേഹത്തിന്റെ തലയിൽ നിന്നിങ്ങനെ ഒറ്റുവീഴുന്നതാണ്. അങ്ങനെ ധാരാളം അത്ഭുതങ്ങൾ. ഈസാ നബി അലൈഹിസ്സലാം ആ കാലഘട്ടത്തിൽ ഈസാ നബിയുടെ ശ്വാസോച്ഛ്വാസത്തിന് വലിയ ശക്തിയുണ്ടാവും, പ്രത്യേകമായ ഗന്ധമുണ്ടാവുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ബ്രീത്തിങ്, അദ്ദേഹത്തിന്റെ ശ്വാസോച്ഛ്വാസം, അതിന് പ്രത്യേകമായിട്ടുള്ള ഗന്ധമുണ്ടാവും. അതും അദ്ദേഹത്തിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന, അല്ലാഹു തആല സൃഷ്ടിക്കുന്ന ഒരു അത്ഭുതമാണ്. ആ ശ്വാസോച്ഛ്വാസത്തെ സംബന്ധിച്ച് പറയാൻ, ഫലാ യഹില്ലു ലികാഫിരിൻ യജിദു റീഹ നഫ്സിഹി ഇല്ലാ മാത് വനഫ്സുഹു യന്തഹി ഹൈതു യന്തഹി തുറഫുഹു. അദ്ദേഹത്തിൽ നിന്നുള്ള ശ്വാസോച്ഛ്വാസത്തിന്റെ മണമടിക്കുന്ന ഏതൊരു സത്യനിഷേധിക്കും മരിക്കുകയല്ലാതെ വേറൊരു നിവൃത്തിയും ഉണ്ടാവില്ല. ആ ശ്വാസോച്ഛ്വാസത്തിന്റെ മണമടിക്കുന്ന ഏതൊരു സത്യവിശ്വാസിയും മരിച്ചു വീടും. വേറൊരു നിവൃത്തിയും സത്യവിശ്വാസിയല്ല, സത്യനിഷേധിക്ക് ആ ശ്വാസോച്ഛ്വാസത്തിന്റെ ഗന്ധമടിക്കുന്ന സത്യനിഷേധിക്ക് മരിച്ചു വീഴുകയല്ലാതെ വേറെ നിവൃത്തിയുണ്ടാവില്ല. എന്നാലോ വനഫ്സുഹു യന്തഹി ഹൈതു യന്തഹി തുറഖുഹു, അദ്ദേഹത്തിന്റെ ശ്വാസോച്ഛ്വാസം, അദ്ദേഹത്തിന്റെ ദൃഷ്ടി എത്തുന്നിടത്ത് മുഴുവൻ എത്തും. അദ്ദേഹം നോക്കിയാൽ അദ്ദേഹത്തിന്റെ ദൃഷ്ടി എത്തുന്നിടത്ത് മുഴുവൻ അദ്ദേഹത്തിന്റെ ശ്വാസോച്ഛ്വാസമെത്തും. ആ ശ്വാസോച്ഛ്വാസത്തിന്റെ ഗന്ധം അടിച്ചു വീശുമ്പോ ആ ഗന്ധം ഉൾക്കൊള്ളാൻ കഴിയാതെ സത്യനിഷേധികൾ മരിച്ചു വീഴുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എന്നാൽ വിശ്വാസികൾക്ക് അദ്ദേഹത്തിന്റെ ശ്വാസോച്ഛ്വാസം ഒരു പ്രയാസവും സൃഷ്ടിക്കുന്നതല്ല എന്നുകൂടി ആ ഹദീസിൽ കാണാവുന്നതാണ്. അതുപോലെ തന്നെ ദജ്ജാൽ ലോകം മുഴുവൻ കുഴപ്പം സൃഷ്ടിക്കുന്ന കാലത്താണ് ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരിക. ലോകത്ത് വലിയ കുഴപ്പങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും യുദ്ധങ്ങൾ, എല്ലായിടത്തും സംഘർഷങ്ങൾ. 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങൾ കഴിഞ്ഞു. ഇനി ഒരു 3ആം ലോകമഹായുദ്ധം എന്ന ഒരവസ്ഥയിലേക്ക് ലോകം ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദജ്ജാലിന്റെ ആഗമനം ഇത്തരത്തിൽ ഒരു ഘട്ടത്തിലാണ് ഉണ്ടാവുക. ദജ്ജാൽ ലോകം മുഴുവൻ കുഴപ്പം സൃഷ്ടിക്കുന്ന ഒരു കാലം വരും. ഈ ഘട്ടത്തിൽ ഫയത്ലുബുഹു,
ഈ ഘട്ടത്തിൽ ഈസാ അലൈഹിസ്സലാം ആഗതമായിരിക്കും. ഫയത്ലുബുഹു, ഈസാ അലൈഹിസ്സലാം ദജ്ജാലിനെ അന്വേഷിക്കും. ഹത്താ യുദ്രികഹു ബിബാബി ലുദ്ദിൻ ഫയഖ്തുലുഹു, അങ്ങനെ ലുദ് കവാടത്തിൽ വെച്ച് ദജ്ജാലിനെ ഈസാ അലൈഹിസ്സലാം കണ്ടുമുട്ടുകയും ദജ്ജാലിനെ കൊല്ലുകയും ചെയ്യും. ഇതെല്ലാം നേരത്തെ പറഞ്ഞ ഹദീസിന്റെ ബാക്കിയാണ്. മുസ്ലിം നിവേദനം ചെയ്യുന്ന ആ ഹദീസിന്റെ ബാക്കിയാണ്. ലുദ് കവാടത്തിൽ വെച്ച് ദജ്ജാലിനെ കാണും ഈസാ അലൈഹിസ്സലാം. ദജ്ജാലിനെ അവിടെ വെച്ച് കൊല്ലും. ദജ്ജാലിന്റെ കൂടെ സായുധരായ 70,000 ജൂതന്മാരും ഉണ്ടാവും. അടിവരയിട്ട് മനസ്സിലാക്കണം. ദജ്ജാലിന്റെ കൂടെ ഞാൻ അടിക്കുറിപ്പ് പറയുന്നില്ല, നിങ്ങൾക്ക് ഓരോരുത്തർക്കും വിലയിരുത്താവുന്നതേയുള്ളൂ. ദജ്ജാലിന്റെ കൂടെ സായുധനായ 70,000 ജൂതന്മാരും ഉണ്ടാവും. ദജ്ജാലിന്റെ വധശേഷം ദജ്ജാലിന്റെ കൂടെയുള്ള ജൂതപ്പട അഭയം തേടി പലയിടത്തും ഒളിച്ചിരിക്കും. ദജ്ജാലിനെ കൊന്നുകഴിഞ്ഞാൽ പിന്നീട് രക്ഷയില്ല അവർക്ക്. പിന്നീട് അഭയം തേടി പലയിടത്തും അവർ ഒളിക്കാൻ പോവും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ വചനം, യഖ്തബിഉൽ യഹൂദു വറാഅൽ ഹജരി വശജർ. കല്ലിന്റെയും മരത്തിന്റെയും പിന്നിൽ ജൂതന്മാർ ഒളിച്ചിരിക്കും. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ കല്ലിന്റെയും മരത്തിന്റെയും പിന്നിൽ സയനിസ്റ്റുകൾ ഒളിച്ചിരിക്കും. ഫയഖൂലുൽ ഹജറു വശജർ, അപ്പോൾ കല്ലും മരവും പറയും, യാ മുസ്ലിം യാ അബ്ദല്ലാ, മുസ്ലിമേ, അള്ളാഹുവിന്റെ അടിമേ, ഹാദാ യഹൂദിയുൻ ഖൽഫി, ഇതാ എന്റെ പിന്നിൽ ഒരു സയനിസ്റ്റ് ഒളിച്ചിരിക്കുന്നു. ഫതആൽ ഫഖ്തുൽഹു, ഈ സയനിസ്റ്റ്, നിന്നോട് അക്രമം ചെയ്ത, നിന്നോട് ക്രൂരത ചെയ്ത ഈ സയനിസ്റ്റ് ഇതാ എവിടെയും അഭയം ലഭിക്കാതെ എന്റെ പിന്നിൽ വന്ന് ഒളിച്ചിരിക്കുന്നു എന്ന് കല്ലും മരവും പറയാണ്. അവനെ നിനക്ക് പ്രതിരോധിക്കാം, നിനക്ക് വരാം എന്ന് കല്ലും മരവും പറയുമെന്ന് പറഞ്ഞാൽ എന്താ? കല്ലും മരവും പറയും എന്ന് തന്നെ അതിനെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞവരുണ്ട്. എന്നാൽ എല്ലാ സാഹചര്യങ്ങളും സയനിസ്റ്റുകൾക്ക് പ്രതികൂലമായി മാറും എന്നതാണ് അതിന്റെ വിശദീകരണം എന്ന് മനസ്സിലാക്കുന്നവരുമുണ്ട്. ഏതായാലും ഹദീസ് സ്വഹീഹാണ്. നീ വരിക, ഫഖ്തുൽഹു, നീ അയാളെ പ്രതിരോധിക്കുക എന്ന് കല്ലും മരവും അടക്കം പറയും. ഇല്ലൽ ഗറഖദ്, ഗറഖദ് മരം ഒഴികെ, ഗറഖദ് മരം ഒഴികെ. അടിവരയിട്ട് കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഗറഖദ് മരത്തിന്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന ജൂതന്മാർ അവര് രക്ഷപ്പെടാനിടയുണ്ട്. അതുകൊണ്ടാവാം ഇന്നും സയനിസ്റ്റുകൾ ഇസ്രായേലിൽ ഏറ്റവും അധികം വളർത്തിക്കൊണ്ടിരിക്കുന്ന മരം ഗറഖദ് മരമാണ്. എന്നും ഇസ്രായേലിൽ അവർ ഏറ്റവും അധികം വളർത്തിക്കൊണ്ടിരിക്കുന്ന മരം ഗറഖദ് മരമാണ്. ഗറഖദ് മരത്തിൽ എന്തോ ഒരു പ്രതീക്ഷ അവർക്കുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം എത്രമാത്രം ശരിയാണ് സഹോദരങ്ങളെ. അതിനാൽ തന്നെ പ്രവാചകന്റെ വചനങ്ങളെയെല്ലാം അതിന്റെ ശരിയായ ചൈതന്യത്തിൽ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. ഏതായാലും ഈസാ അലൈഹിസ്സലാം ദജ്ജാലിനെ കൊന്നതിന് ശേഷം ജൂത സമൂഹത്തിന് ലോകത്തിൽ നിന്ന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ സാമ്രാജ്യത്വ പിന്തുണകളും അവസാനിക്കും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ജൂത സമൂഹത്തിന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണയുണ്ട്, പ്രത്യേകിച്ചും അമേരിക്കയടക്കമുള്ള വൻശക്തികളുടെ പിന്തുണയുണ്ട്. പക്ഷേ ഈ പിന്തുണ എന്നെന്നും നിലനിൽക്കുകയില്ല. അവരെ അഭയം തേടാതെ അലയുന്ന ഒരു കാലം വരും. ഈസാ പ്രവാചകൻ അലൈഹിസ്സലാം ആഗതനായി ദജ്ജാലിനെ കൊല്ലുന്ന കാലത്ത് സംശയിക്കണ്ട, അവർക്ക് യാതൊരു അഭയവും ഉണ്ടാവില്ല. ഇനി ഈസാ അലൈഹിസ്സലാമിയുടെ രൂപഭംഗിയെക്കുറിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ബൈനി വ ബൈനഹു നബിയ്യുൻ, എനിക്കും ഈസാ പ്രവാചകൻ അലൈഹിസ്സലാമക്കും ഇടയിൽ വേറെ പ്രവാചകന്മാരൊന്നും വരില്ല. ഫൈദാ റഅയ്തുമൂഹു ഫഅരിഫൂ, അതുകൊണ്ട് നിങ്ങൾ ഈസാ പ്രവാചകൻ അലൈഹിസ്സലാമയെ കണ്ടാൽ ശരിയാവണ്ണം നിങ്ങൾ മനസ്സിലാക്കണേ. റജുലുൻ മർബൂഉൻ ഇലൽ ഹുംറതി വൽ ബയാദ്, വെളുപ്പും ചുവപ്പും കലർന്ന ഒത്ത ഒരു മനുഷ്യനാണ്. വെളുപ്പും ചുവപ്പും കലർന്ന ഒത്ത ഒരു മനുഷ്യനായിരിക്കും ഈസാ പ്രവാചകൻ അലൈഹിസ്സലാം. ഈസാ പ്രവാചകന്റെ രൂപഭംഗി അടക്കം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന വേറൊരു ഹദീസ് ഇപ്രകാരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സീ ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കരങ്ങളിലാണോ അവനെ തന്നെയാണ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലയൂശികന്ന അയ്യൻസില ഫീകും ഇബ്നു മറിയം ഹകമൻ അദ്ല,
മറിയമിന്റെ പുത്രൻ ഈസാ അലൈഹിസ്സലാം നീതിമാനായ ഒരു ഭരണാധികാരിയായി നിങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാനുള്ള കാലം അടുത്തിരിക്കുന്നു. റസൂലുള്ള അന്ന് തന്നെ പറഞ്ഞു, ആ കാലം അടുത്തിരിക്കുന്നു. ഈ കാലമൊക്കെ ഏറെ ദൈർഘ്യത്തോടു കൂടിയാണ് നമ്മൾ കാണുന്നത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ള പറയാണ് ആ കാലം അടുത്തിരിക്കുന്നുവെന്ന്. ആ കാലം അടുത്തിരിക്കുന്നത് നമ്മളുടെ അടുക്കലാണ് സഹോദരങ്ങളെ. ഭൂമിയിൽ ജീവിക്കുന്ന നമ്മളുടെ അടുക്കലാണ്. പടച്ചവന്റെ അടുക്കൽ കാലത്തിന്റെ ദൈർഘ്യം ഇത്രയൊന്നുമില്ല. മരിച്ചുപോയവരുടെ അടുക്കലും കാലത്തിന്റെ ദൈർഘ്യം ഇത്രയൊന്നുമില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾക്കിടയിലേക്ക് മറിയമിന്റെ പുത്രൻ ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരാനുള്ള കാലം അടുത്തിരിക്കുന്നു. ഹക്കമൻ അദിലാ, നീതിമാനായ ഒരു ഭരണാധികാരിയായിട്ടായിരിക്കും ഇറങ്ങി വരിക. ഫയക്സിറു സ്വലീബ്, അദ്ദേഹം കുരിശ് തകർക്കുന്നതാണ്. കുരിശിനെ തകർക്കുമെന്ന് പറഞ്ഞാൽ ഒരാലങ്കാരിക പ്രയോഗമാണെന്ന് ഞാൻ അടിവരയിട്ടുകൊണ്ട് ഉന്നിപ്പറയുകയാണ് സഹോദരങ്ങളെ. ആ രീതിയിലാണ് മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ ഏതെങ്കിലും മതവിഭാഗത്തിന്റെ ചിഹ്നങ്ങളെ ആ ഭൗതികമായ ശക്തി കൊണ്ട് നശിപ്പിക്കുക എന്ന രീതി പ്രവാചകന്മാർക്കില്ല. ആ രീതി പ്രവാചകൻ അവലംബിക്കും, ഈസാ നബി അലൈഹി സ്വലാം അവലംബിക്കും എന്നല്ല മനസ്സിലാക്കേണ്ടത്. മറിച്ച് എന്താ മനസ്സിലാക്കേണ്ടത്? ഈസാ നബി അലൈഹി സ്വലാമയുടെ പ്രബോധനത്തിലൂടെ അദ്ദേഹം ശരിയായ വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുകയും ശരിയല്ലാത്ത വിശ്വാസങ്ങൾ അസ്തമിച്ചു പോവുകയും ചെയ്യുമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. നമുക്കറിയാം, ഈസാ നബി അലൈഹി സ്വലാമയുടെ മരണം ഒരു കുരിശു മരണമായിരുന്നു എന്ന് വിശ്വസിക്കുന്നവർ സമൂഹത്തിൽ വലിയൊരു വിഭാഗം ആളുകളുണ്ട്. എന്നാൽ ഇസ്ലാം പറയുന്ന, ഖുർആൻ പറയുന്നത് വമാ ഖതലൂഹു വമാ സ്വലബൂഹു എന്നാണ്. അദ്ദേഹത്തെ അവരെ കൊന്നിട്ടില്ല, കുരിശിലേറ്റിയിട്ടുമില്ല എന്നുള്ളതാണ്. ഇതാണ് യാഥാർത്ഥ്യം. ഇത് ഈസാ പ്രവാചകൻ അലൈഹിസ്സലാം തന്നെ സമാഗതമായി കൊണ്ട്, വീണ്ടും ആഗതമായി കൊണ്ട് ലോകത്തോട് വിളിച്ചു പറയും. അതോടുകൂടി ശരിയായ വിശ്വാസം, ഈസാ പ്രവാചകൻ അലൈഹിസ്സലാം അത് പറയുന്നതോടുകൂടി ശരിയായ വിശ്വാസം ലോകത്തിന് ബോധ്യമാവും. അതാണ് ഫയക്സിറു സ്വലീബ്, അദ്ദേഹം കുരിശിനെ തകർക്കും എന്ന് പറഞ്ഞതുകൊണ്ടുള്ള വിശദീകരണം. മറിച്ച് കായികമായിട്ട് ഏതെങ്കിലും വിഭാഗത്തിന്റെ ആരാധനാമൂർത്തികളാണെങ്കിലും അവരുടെ മതചിഹ്നങ്ങളാണെങ്കിലും അതിനെ നിഷ്കാസനം ചെയ്യുക എന്നത് പ്രവാചകന്മാരുടെ വഴിയല്ല. അത് ഈസാ പ്രവാചകൻ അലൈഹിസ്സലാമയുടെ വഴിയല്ല. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതിയുമല്ല. അത് പാടില്ലെന്നാ ഖുർആൻ പഠിപ്പിച്ചത്. ആളുകളുടെ മനസ്സിലേക്ക് ശരിയായ വിശ്വാസത്തിന്റെ വെളിച്ചം പ്രസരിപ്പിക്കലാണ് നമ്മുടെ ദൗത്യമെന്ന് പറയുന്നത്. അതിനപ്പുറത്തുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവാൻ പാടില്ല. എത്ര തന്നെ അധികാരവും ശക്തിയും നിങ്ങളുടെ കയ്യിൽ വന്നാലും, അതാണ് ഖുർആൻ പറഞ്ഞത്, വലാ തസുബ്ബുൽ ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ഫയസുബ്ബുല്ലാഹ അദുവൻ ബിഗൈരി ഇൽമ്. അല്ലാഹുവിനെ പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ദൈവങ്ങളെ നിങ്ങൾ ചീത്ത വിളിക്കാൻ പാടില്ല. അവരുടെ മതചിഹ്നങ്ങളെ നിങ്ങൾ ആക്ഷേപിക്കാൻ പാടില്ല. അതിനെ നിങ്ങൾ ഇകഴ്ത്താൻ പാടില്ല. അങ്ങനെ ഇകഴ്ത്തി കഴിഞ്ഞാൽ അവർ തിരിച്ചിങ്ങോട്ടും നിങ്ങളുടെ മതചിഹ്നങ്ങളെയും അല്ലാഹുവിനെയും എല്ലാം ആക്ഷേപിക്കുന്ന അവസ്ഥയുണ്ടാവും. അതൊക്കെ ഭൂമിയിൽ വലിയ കുഴപ്പങ്ങൾക്ക് കാരണമാവും. അതുകൊണ്ട് നാടിന്റെ സമാധാനവും സൗഹൃദവും നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവാൻ പാടില്ല. പക്ഷേ പ്രബോധന പ്രവർത്തനങ്ങളാകാവുന്നതാണ്. പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ ശരിയായ വിശ്വാസത്തിന്റെ അന്തസത്ത ലോകത്തിനെ ബോധ്യപ്പെടുത്താൻ പ്രവാചകന്മാർക്ക് സാധ്യമായിട്ടുണ്ട്. ഈസാ പ്രവാചകൻ അലൈഹിസ്സലാമിയുടെ പുനരാഗമനം ഉണ്ടാവുമ്പോൾ ശരിയായ വിശ്വാസം എന്താണെന്ന് ആ പ്രവാചകൻ ലോകത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിക്കും. വയഖ്തുലുൽ ഖിൻദീർ, അതുപോലെ തന്നെ പന്നിയെ അദ്ദേഹം കൊല്ലും. പന്നിയെ കൊല്ലുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പന്നിയെ കൊല്ലുന്നത് കൊണ്ട് മാത്രം എന്തെങ്കിലും നടക്കാൻ പോകുന്നുണ്ടോ? അതുകൊണ്ട് ഹദീസിലെ ഈ പ്രയോഗങ്ങളെല്ലാം ആലങ്കാരികമായി മനസ്സിലാക്കലായിരിക്കും കൂടുതൽ ഉചിതം. കാരണം പന്നിമാംസം അനുവദിച്ച സമൂഹങ്ങൾ ധാരാളമുണ്ട്. ഈസാ പ്രവാചകൻ അലൈഹിസ്സലാം വീണ്ടും ആഗതമായി കൊണ്ട് എന്താണ് അനുവദിച്ചിട്ടുള്ള ഭക്ഷണമെന്നും എന്താണ് നിഷിദ്ധമാക്കിയ ഭക്ഷണമെന്നും ലോകത്തെ പഠിപ്പിക്കും. അങ്ങനെ നിഷിദ്ധമായ ഭക്ഷണങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുകയും അവരതിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യും. നിഷിദ്ധമായ ഭക്ഷണങ്ങളിൽ നിന്ന് ആളുകൾ അകന്നു നിൽക്കും. അതാണ് വയഖ്തുലുൽ ഖിൻസീർ, ഖിൻസീറിനെ അദ്ദേഹം വധിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം
എന്നാൽ പ്രതീകാത്മകമായി അദ്ദേഹം പന്നിയെ കൊല്ലും എന്നത് തന്നെയാണ് അതിന്റെ വിശദീകരണമെന്ന് ചില പണ്ഡിതന്മാരെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അഅലം. അല്ലാഹുവാണ് കൂടുതൽ അറിയുന്നവൻ, അല്ലാഹുവാണ് ഏറ്റവും അറിയുന്നവൻ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അതുപോലെ തന്നെ ലോകത്ത് വലിയ സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന കാലമായിരിക്കും ഈസാ പ്രവാചകൻ സമാഗതമാവുന്ന കാലം, വീണ്ടും വരുന്ന കാലം. ആ പ്രവാചകൻ അലൈഹിസ്സലാം എന്താണ് ചെയ്യുന്നത്? വയദഉൽ ജിസിയ, അദ്ദേഹം ജിസിയ എടുത്തു കളയുമെന്നാണ്. നീതിമാനായ ഒരു ഭരണാധികാരിയായിരുന്നു കൊണ്ട് അദ്ദേഹം ചെയ്യുന്ന കാര്യം വയദഉൽ ജിസിയ, അദ്ദേഹം നികുതി ഭാരങ്ങൾ എടുത്തു കളയും. അങ്ങനെ ലോകം അതിന്റെ സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് കരകയറും, നികുതികൾ വെട്ടിക്കുറക്കും എന്ന് ഇന്നത്തെ ഭാഷയിൽ നമുക്കതിനെ വിശദീകരിക്കാം. സഹോദരങ്ങളെ, തുടർന്ന് ഹദീസിൽ പറയാണ് വയഫീലുൽ മാലു ഹത്താ ലാ യഖ്ബലുഹു അഹദുൻ. വയഫീലുൽ മാൽ, അങ്ങനെ സമ്പത്ത് ഇങ്ങനെ കുമിഞ്ഞുകൂടും, സമ്പത്ത് ഇങ്ങനെ ഒഴുകും. അത്രക്കും സമ്പത്ത്, ആളുകളുടെ എല്ലാവരുടെയും കൈകളിൽ ധാരാളം സമ്പത്ത് വരും. ഹത്താ ലാ യഖ്ബലുഹു അഹദുൻ, ദാനം ചെയ്യാൻ ഒരാൾ മുന്നോട്ട് വന്നാൽ ആ ദാനം സ്വീകരിക്കാൻ പോലും ആളില്ലാത്ത രീതിയിൽ സമൃദ്ധമായ ഒരു കാലമായി ആ കാലം മാറുമെന്നാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അതുപോലെ തന്നെ ഈസാ നബി അലൈഹിസ്സലാമയും ഇമാം മഹദിയും കണ്ടുമുട്ടുന്ന രംഗമുണ്ട്. ഒരേ കാലയളവിലാണ് ഇവർ രണ്ടുപേരും സമാഗതമാവുന്നത്. ഈസാ പ്രവാചകൻ അലൈഹിസ്സലാം ഇമാം മഹദിയെ കണ്ടുമുട്ടുന്ന രംഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. യൻസിലു ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം ഇറങ്ങി വരും. ആ കാലഘട്ടത്തിലെ മുസ്ലിങ്ങളുടെ നായകൻ ഇമാം മഹദി ആയിരിക്കും. ഫയഖൂലു അമീറുഹുൽ മഹദി, അപ്പോൾ മുസ്ലിങ്ങളുടെ നായകനായിരിക്കുന്ന ഇമാം മഹദി ഈസാ പ്രവാചകൻ അലൈഹിസ്സലാമിയോട് പറയും, തആൽ സ്വല്ലി ബിനാ, വരിൻ, ഞങ്ങൾക്ക് ഇമാമായി നമസ്കരിക്കൻ, ഞങ്ങൾക്ക് ഇമാമായി നിങ്ങൾ നമസ്കരിക്കൻ. ഫയഖൂൽ, അപ്പോൾ ഈസാ പ്രവാചകൻ അലൈഹിസ്സലാം പറയും, ലാ ഇല്ല, ഇന്ന ബഅദകും അമീറു ബഅദിൻ തക്രീമത്തുല്ലാഹി ലിഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിന് അല്ലാഹുവിൽ നിന്നുള്ള ആദരവിനാൽ ഈ സമുദായത്തിലെ ചിലർ തന്നെ ചിലർക്ക് ഇമാമുമാരാണ്. ഈ സമുദായത്തിന്റെ പ്രത്യേകത അതാണ്. ഈ സമുദായത്തിൽ ചിലർക്ക് ഇമാമുമാരാണ്. ഈ സമുദായത്തിൽ നിന്ന് പുറത്തു നിന്ന് ഒരാളല്ല ഈ സമുദായത്തിന് ഇമാമാവേണ്ടത്. നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആള് തന്നെയാണ് നിങ്ങൾക്ക് ഇമാമാവേണ്ടത്. അത് വലിയ ആശയമാണ്, അതിലേക്ക് നമുക്ക് വരാം. ഈസാ പ്രവാചകൻ അലൈഹിസ്സലാം ഇമാം മഹദിയോട് പറയാൻ, കാരണം സമുദായത്തിന്റെ, അതല്ലെങ്കിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് പുറത്തു നിന്നുള്ള ഒരാളാണ്, വേറൊരു സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് ഈസാ പ്രവാചകൻ അലൈഹിസ്സലാം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈസാ നബി പറയുന്നു, ഇന്ന ബഅദകും അമീറു ബഅദിൻ തക്രീമത്തുല്ലാഹി ലിഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിന് അല്ലാഹുവിൽ നിന്നുള്ള ആദരവിനാൽ ഈ സമുദായത്തിൽപ്പെട്ട ചിലർക്ക് നേതാക്കളാണ്, പുറത്തു നിന്നല്ല ഒരു ഇമാമ് വരേണ്ടത്. അപ്പോൾ സ്വാഭാവികമായും ചില സംശയങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഉയർന്നു വരാം. ഖുർആനിൽ ഖാത്തമുൻ നബിയീൻ എന്നല്ലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറഞ്ഞത്? പ്രവാചകന്മാരിൽ അവസാനത്തെ ആളെന്ന്, അന ഖാത്തമുൽ അംബിയാ ഇലാ നബിയ്യ ബഅദി എന്നല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുള്ളത്? ഞാൻ അവസാനത്തെ പ്രവാചകനാണ്, എനിക്ക് ശേഷം വേറെ പ്രവാചകന്മാർ വരില്ല. പിന്നീട് എങ്ങനെയാണ് ഈസാ പ്രവാചകൻ അലൈഹിസ്സലാമിയുടെ പുനരാഗമനം ഉണ്ടാവുന്നത്? ഈ ഒരു സംശയം ചിലരെല്ലാം ഉന്നയിക്കാം. എന്നാൽ മനസ്സിലാക്കണം, ഈസാ പ്രവാചകൻ അലൈഹിസ്സലാം സ്വതന്ത്രമായൊരു പ്രവാചകനായി ഇഞ്ചീൽ അനുസരിച്ചുകൊണ്ട് ജനങ്ങളെ വഴി നടത്താനല്ല വരുന്നത്. ഈസാ പ്രവാചകൻ വരുന്നത് ഇഞ്ചീൽ അനുസരിച്ചുകൊണ്ട് ജനങ്ങളെ വഴി നടത്താനല്ല, മറിച്ച് ദജ്ജാലിന്റെ കാലശേഷം ഈസാ പ്രവാചകൻ അലൈഹിസ്സലാം ജനങ്ങളെ ഭരിക്കുന്നത് ഖുർആനിന്റെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സുന്നത്തിന്റെ ചര്യയുടെ അടിസ്ഥാനത്തിലായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിൽ നിന്നുള്ള ഇമാമായി ആ കാലഘട്ടത്തിൽ ഉണ്ടാവുന്ന ഇമാം മഹദിയുടെ പിന്നിൽ നിന്നുകൊണ്ട് ഈസാ പ്രവാചകൻ അലൈഹിസ്സലാം നമസ്കരിക്കുന്നത്. അതായത് ആ പ്രവാചകൻ പഠിപ്പിക്കുന്ന വലിയൊരു സന്ദേശമുണ്ട്. അന്നും ആ പ്രവാചകൻ പറയുന്ന വലിയൊരു മെസ്സേജ് ഉണ്ട്. അതായത് എന്റെ നിയോഗത്തിന് ശേഷം ദൗത്യമുള്ളത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗതമായതിനു ശേഷം
എന്റെ ശരീഅത്ത് അനുസരിച്ചല്ല, ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുള്ള അള്ളാഹുവിന്റെ ശരീഅത്തുണ്ടല്ലോ, അള്ളാഹുവിന്റെ നിയമസംഹിതയുണ്ടല്ലോ, ആ നിയമസംഹിതയിൽ നിന്ന് അല്ലറ ചില്ലറ വ്യത്യാസങ്ങളോടുകൂടി എല്ലാ പ്രവാചകന്മാർക്കും നിയമസംഹിതകൾ വരാറുള്ളത് പോലെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും ശരീഅത്ത് അവതരിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അള്ളാഹു. ആ ശരീഅത്ത് അനുസരിച്ചാണ് ലോകം മുന്നോട്ട് പോകേണ്ടത്. ആ ആശയം വീണ്ടും ഊന്നിക്കൊണ്ട് ലോകത്തെ പഠിപ്പിക്കുകയാണ് ഇമാം മഹദിയുടെ പിന്നിൽ നമസ്കരിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ചുകൊണ്ട് ഹജ്ജ് കർമ്മം നിർവഹിക്കും ഈസാ പ്രവാചകൻ അലൈഹിസ്സലാം എന്നും ഹദീസിൽ കാണാവുന്നതാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കരങ്ങളിലാണോ അവനെ തന്നെയാണ് സത്യം. ലയുഹില്ലന്ന ഇബ്നു മറിയം ബിഫജ്ജിർ റൗഹാ, റൗഹാ എന്ന മലമ്പാതയിൽ വെച്ച് ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം തൽബിയത്ത് ചൊല്ലുന്നതാണ്. ഹാജ്ജൻ ഔ മുഅ്തമിറൻ, ഹജ്ജ് നിർവഹിച്ചുകൊണ്ട് ഉംറ നിർവഹിച്ചുകൊണ്ട്, ഹജ്ജ് നിർവഹിച്ചുകൊണ്ട് ഉംറ നിർവഹിച്ചുകൊണ്ട് ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം ഫജ്ജുർ റൗഹാ എന്ന് പറയുന്ന മലമ്പാതയിൽ വെച്ചുകൊണ്ട് തൽബിയത്ത് ചൊല്ലുന്നതാണ്. ഹജ്ജ് നിർവഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉംറ നിർവഹിച്ചുകൊണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഔ ലിയസ്നിയന്നഹുമാ, അതല്ലെങ്കിൽ ഈസാ പ്രവാചകൻ ആ രണ്ട് കർമ്മങ്ങളെയും ഒരുമിപ്പിച്ചുകൊണ്ട്, ഹജ്ജിനെയും ഉംറയെയും ഒരുമിപ്പിച്ചുകൊണ്ട് തൽബിയത്ത് ചൊല്ലുന്നതാണ്. സഹോദരങ്ങളെ, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശരീഅത്ത് അനുസരിച്ചുകൊണ്ട് ഇമാം മഹദിയുടെ പിന്നിൽ നമസ്കരിക്കുന്നു. ആ ശരീഅത്ത് അനുസരിച്ചുകൊണ്ട് ഈസാ പ്രവാചകൻ അലൈഹിസ്സലാം ഹജ്ജും ഉംറയും നിർവഹിക്കും. അതാണ് ഈസാ പ്രവാചകൻ അലൈഹിസ്സലാമിയുടെ പുനരാഗമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസികൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം. വലിയ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. ആ കാലത്ത് ആ പ്രശ്നങ്ങൾക്കെല്ലാമുള്ള പരിഹാരമായിട്ടായിരിക്കും ഈസാ പ്രവാചകൻ അലൈഹിസ്സലാം ആഗതമാവുന്നത്. പരസ്പരം ശത്രുതയും വിദ്വേഷവുമില്ലാത്ത ഒരു ലോകക്രമം അദ്ദേഹം കെട്ടിപ്പടുക്കും. ഹദീസുകളിൽ കാണാവുന്നതാണ്. ثم يمكث الناس 7 سنين ليس بين اثنين عداوة, പിന്നീട് ജനങ്ങളോടൊപ്പം 7 കൊല്ലം ഈസാ പ്രവാചകൻ അലൈഹിസ്സലാം ജനങ്ങളോടൊപ്പം ജീവിക്കുന്നതാണ്. ലൈസ ബൈന ഇസ്നൈനി അദാവ, രണ്ടാളുകൾക്കിടയിൽ ഒരു ശത്രുതയുമില്ലാത്ത രീതിയിൽ, ആളുകൾക്കിടയിൽ നിന്നൊക്കെ ശത്രുത നിഷ്കാസനം ചെയ്യപ്പെട്ട അവസ്ഥയിൽ ഈസാ പ്രവാചകൻ അലൈഹിസ്സലാം 7 കൊല്ലം ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്നതാണ്. അസൂയയും പിണക്കവും വിദ്വേഷവും ജനങ്ങളിൽ നിന്ന് അദ്ദേഹം പരമാവധി നീക്കിക്കളയും. പൂർണ്ണമായും നീങ്ങുമെന്ന ഹദീസിൽ നിന്ന് മനസ്സിലാവുന്നത്. പക്ഷേ നമുക്കൊക്കെ ഒരു ചിന്തയുണ്ടല്ലോ, അപ്പൊ ഇബ്ലീസിന്റെ പണി എന്തായിരിക്കും? ആ ചിന്ത നിങ്ങൾക്കൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഹദീസ് അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അസൂയയും പിണക്കവും വിദ്വേഷവും ജനങ്ങളിൽ നിന്ന് പൂർണ്ണമായും ഈസാ പ്രവാചകൻ നീക്കിക്കളയും. ഇന്ന് അങ്ങനെ ഒരു സാഹചര്യത്തെക്കുറിച്ച് ആളുകൾക്ക് ചിന്തിക്കാനേ കഴിയില്ല. പിന്നീട് ഈസാ പ്രവാചകൻ അലൈഹിസ്സലാം വഫാത്താകും. മുസ്ലിങ്ങൾ അദ്ദേഹത്തിന്റെ ജനാസ നമസ്കരിക്കും. ഇതെല്ലാം ഹദീസുകളിൽ കാണുന്നതാണ്. സഹോദരങ്ങളെ, ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാമിയുടെയും ഇമാം മഹദിയുടെയും എല്ലാം പ്രവർത്തനങ്ങളിലൂടെ ലോകത്ത് സമ്പൂർണമായ സമാധാനമുള്ള ഒരു അന്തരീക്ഷം രൂപപ്പെടും. ആ അന്തരീക്ഷം എത്രത്തോളം ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ثم تقع الأمنة على الأرض, ഭൂമിയിൽ സമ്പൂർണമായ നിർഭയത്വം ഉണ്ടാവും. ഈസാ പ്രവാചകൻ അലൈഹിസ്സലാമയുടെയും ഇമാം മഹദിയുടെയും പ്രവർത്തനങ്ങളിലൂടെ ഹത്താ തർതഅൽ അസ്വദു മഅൽ ഇബ്ലി, സിംഹങ്ങൾ ഒട്ടകത്തിന്റെ കൂടെ കളിക്കുന്നത് വരെ, ഹദീസിലെ പ്രയോഗമാണ്. സിംഹങ്ങൾ ഒട്ടകത്തിന്റെ കൂടെ കളിക്കുന്നത് വരെ, വന്നിമാറു മഅൽ ബക്കരി, പുലികൾ പശുക്കളുടെ കൂടെ കളിക്കുന്നത് വരെ, വദ്ദിആബു മഅൽ ഗനമി, അതുപോലെ ചെന്നായ്ക്കൾ ആട്ടിൻപറ്റങ്ങളുടെ കൂടെ കളിക്കുന്നത് വരെ, വയല്ലബു സിബിയാൻ ബിൽ ഹയ്യാത്തി ലാ തദുറുഹും, അതുപോലെ കുട്ടികൾ പാമ്പുകളുടെ കൂടെ കളിക്കുന്നത് വരെ, ലാ തദുറുഹും, ആ ഹിംസ്രജീവികളൊന്നും അവരെ ഉപദ്രവിക്കുകയില്ല. സിംഹങ്ങൾ ഒട്ടകങ്ങളുടെ കൂടെ, പുലികൾ പശുക്കളുടെ കൂടെ, ചെന്നായ്ക്കൾ ആട്ടിൻപറ്റങ്ങളുടെ കൂടെ, കുട്ടികൾ പാമ്പുകളുടെ കൂടെ കളിക്കും. ഈ ഹിംസ്രജീവികളൊന്നും അവരെ ഉപദ്രവിക്കുകയില്ല. ലോകത്ത് തുല്യതയില്ലാത്ത സമാധാനം രൂപപ്പെടും എന്ന് സൂചിപ്പിക്കാൻ ആലങ്കാരികമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്രയോഗമാണ് എന്ന് നമുക്ക് വിശദീകരിക്കാം. പക്ഷെ അത് തന്നെ പറയണമെന്നില്ല.
ആലങ്കാരികം തന്നെ ആവണം എന്നില്ല. നേരത്തെ പല ഹദീസുകളുടെയും കാര്യത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ തന്നെ ഹിംസ്ര ജന്തുക്കൾ മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കുമെന്ന് പറഞ്ഞാൽ വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമുക്ക് അതിശയോക്തി ഉണ്ടാവണ്ട, ലോകത്തിനും ഇന്ന് അതിശയോക്തി ഉണ്ടാവണ്ട. മനുഷ്യർക്ക് മെരുക്കിയെടുക്കാൻ കഴിയാത്ത ഒരു ജീവിയുമില്ല എന്ന് എന്നും നമ്മൾ പഠിക്കുക. ചില വീഡിയോകളൊക്കെ നമ്മൾ കാണുന്നില്ലേ, ഹിംസ്ര ജീവികളോടുകൂടെ, പുലിയുടെ കൂടെ, സിംഹത്തിന്റെ കൂടെ ആളുകൾ ഇടപഴകുന്ന, പാമ്പുകളുടെ കൂടെ കുട്ടികൾ ഇടപഴകുന്ന വീഡിയോകൾ. മനുഷ്യർക്ക് മെരുക്കിയെടുക്കാൻ ഈ ഹിംസ്ര ജന്തുക്കൾ ഇന്നും അതിന് കഴിയുന്നു എന്ന് വെച്ചാൽ അതിനപ്പുറമല്ലല്ലോ. അല്ലാഹു തആലാക്ക് എല്ലാം കഴിയും, അല്ലാഹ്ക്ക് എല്ലാം കഴിയും എന്ന് വിശ്വസിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ യഥാർത്ഥത്തിൽ തന്നെ സംഭവിക്കും എന്ന് മനസ്സിലാക്കുന്നതിലും തെറ്റില്ല. അങ്ങനെയും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു തആല എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന് മനസ്സിലാക്കുന്നവരാണ് വിശ്വാസികൾ. സഹോദരങ്ങളെ, ആ കാലഘട്ടത്തിൽ ലോകത്തിന് വല്ലാത്ത സമൃദ്ധിയുണ്ടാവും, വല്ലാത്ത സമൃദ്ധിയുണ്ടാകും. പിന്നീട് ഭൂമിയോട് പറയപ്പെടും, അൻബിതി സമറത്തക്കി, നിന്റെ പഴങ്ങളെ നീ മുളപ്പിക്കണമെന്ന് ഭൂമിയോട് പറയപ്പെടും. നിന്റെ പഴങ്ങളെ നീ മുളപ്പിക്കണം. വറുദ്ദി ബറക്കത്തക്കി, നിന്റെ സമൃദ്ധിയെ നീ മടക്കിക്കൊണ്ടുവരണം. എന്തെന്നില്ലാത്ത സമൃദ്ധിയൊക്കെ ഈ ഭൂമിക്കുണ്ട്. ആ സമൃദ്ധിയെ നീ മടക്കിക്കൊണ്ടുവരണം. നിന്റെ പഴങ്ങളെ എന്തെന്നില്ലാതെ നീ മുളപ്പിക്കണം എന്ന് ഭൂമിയോട് പറയപ്പെടുമ്പോ ഭൂമിയിൽ വല്ലാത്ത സമൃദ്ധി ഉണ്ടാവും. വയുബാരികു ഫിർരിസ്ലി, കാലികളിലൊക്കെ വല്ലാത്ത സമൃദ്ധി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഹത്താ അന്നൽ യഖഹത മിനൽ ഇബ്ലി, അന്നൽ യഖഹത മിനൽ ഇബ്ലി ലതക്ഫിൽ ഫിആമ മിനൻ നാസ്. ഒരൊട്ടകത്തിൽ നിന്ന് ഒരു നേരം കറന്നെടുക്കുന്ന പാൽ ഒരു വലിയ സംഘത്തിന് മതിയാവും. ഒരു വലിയ സമൂഹത്തിന് ഒരൊട്ടകത്തിൽ നിന്ന് ഒരു നേരം കറന്നെടുക്കുന്ന പാല് മതിയാവും. അത്രത്തോളം പാലുകൾ ഒട്ടകങ്ങൾ നൽകും എന്നാണ്. അതുപോലെ പശുക്കളിൽ നിന്ന് കറന്നെടുക്കുന്ന പാൽ, ഒരു പശുവിൽ നിന്ന് കറന്നെടുക്കുന്ന പാൽ ഒരു ഗോത്രത്തിന് മതിയാവുന്ന കാലം. അത്രത്തോളം ഭക്ഷണത്തിന് സമൃദ്ധിയുണ്ടാവും. അതുപോലെ ഒരാടിൽ നിന്ന് കറന്നെടുക്കുന്ന പാൽ ജനങ്ങളിൽ ഒരു കുടുംബത്തിന് മതിയാവും. ഇന്ന് നമ്മുടെ പ്രശ്നം എന്താണ്? എത്ര കിട്ടിയാലും മതിയാവുന്നില്ല, എത്ര കിട്ടിയാലും മതിയാവുന്നില്ല. അത് ഇന്നത്തെ ഒരു വലിയ പ്രശ്നമാണ്. പക്ഷെ ലോകത്തിന് സമൃദ്ധി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ലോകത്ത് യഥേഷ്ടം ഭക്ഷണമുണ്ടാവുക എന്നതോടൊപ്പം തന്നെ കിട്ടുന്ന ഭക്ഷണത്തിൽ കൂടുതൽ നന്മയുണ്ടാവുക, ജനങ്ങൾക്ക് മതിയാവുന്ന അവസ്ഥയുണ്ടാവുക. ഒരൊട്ടകത്തെ കറന്നാൽ ഒരു വലിയ സമൂഹത്തിനത് മതിയാവും. ഒരു പശുവിനെ കറന്നാൽ ഒരു വലിയ ഗോത്രത്തിനത് മതിയാവും. ഒരാടിനെ കറന്നാൽ ഒരു കുടുംബത്തിനത് മതിയാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈസാ പ്രവാചകനും ഇമാം മഹദിയും വരുന്ന കാലത്ത് ലോകത്തിന് ലഭിക്കുന്ന സമൃദ്ധിയെ സംബന്ധിച്ച് പറയാൻ. എന്തിനാണ് ഈസാ നബി അലൈഹിസ്സലാമയുടെ പുനരാഗമനം പോലുള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് എന്ന് ചിന്തിക്കുന്ന ചിലരെങ്കിലും ഉണ്ടാവും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ലോകത്തിന്ന് വലിയ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഈ യുദ്ധങ്ങൾ ഇങ്ങനെ ശക്തിപ്പെട്ട് സംഭവിക്കാൻ പോകുന്നത് എന്താ? ഒരുപാട് ആളുകൾ മരിച്ചു പോവും. അതൊരു കാര്യം. റഷ്യ യുക്രൈൻ രാജ്യങ്ങൾക്കിടയിൽ യുദ്ധം, അതുപോലെ തന്നെ പലസ്തീനും ഇസ്രായേലും ഇടയിലുള്ള യുദ്ധം. ലോകത്ത് പല സാമൂഹ്യ വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് ഇതൊരു മൂന്നാം ലോക യുദ്ധത്തിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, യുദ്ധങ്ങളിലൂടെ സംഭവിക്കുന്ന മറ്റൊന്ന് സാമ്പത്തിക പ്രതിസന്ധിയാണ്, ഭക്ഷ്യക്ഷാമമാണ്. ആളുകൾക്ക് ഭക്ഷണം ലഭിക്കാത്ത അവസ്ഥയാണ്. അങ്ങനെയുള്ള ഒരു കാലം, ആ കാലഘട്ടത്തിൽ ആ ക്ഷാമത്തെയും അതുപോലെ തന്നെ ആ അക്രമത്തെയും ക്രൂരതയെയും അതിന്റെ കാഠിന്യം കൂട്ടാനാണ് ദജ്ജാൽ ആഗതമാവുന്നത്. ആ ദജ്ജാലിനെ, അക്രമത്തിന് നേതൃത്വം കൊടുക്കുന്ന ദജ്ജാലിനെ വധിക്കാനാണ് ഈസാ പ്രവാചകൻ അലൈഹിസ്സലാം ആഗതമാവുന്നത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തെ നിരീക്ഷിക്കാനും നമ്മുടെ കാലഘട്ടത്തെയും ചരിത്രത്തെയും വരാൻ പോകുന്ന കാലഘട്ടത്തെയും കൂടുതൽ അറിയാനും ഈസാ പ്രവാചകൻ അലൈഹിസ്സലാമയും അദ്ദേഹത്തിന്റെ പുനരാഗമനവും ഇമാം മഹദിയുടെ പുനരാഗമനവുമായി എല്ലാം ബന്ധപ്പെട്ട ഹദീസുകൾ കൂടുതൽ പഠിക്കുമ്പോൾ കൂടുതൽ നമുക്ക് വെളിച്ചം ലഭിക്കും എന്നുള്ളതാണ്. അതുപോലെ ലോകത്തെ വലിയൊരു ജനവിഭാഗം ഈസാ പ്രവാചകൻ അലൈഹിസ്സലാമയെ തെറ്റിദ്ധരിച്ചവരാണ്.
അവർക്ക് ആരാണ് താനെന്ന്, ആരാണ് ഈസാ പ്രവാചകൻ അലൈഹിസ്സലാം എന്ന് ഈസാ നബിയുടെ വചനങ്ങളിലൂടെ തന്നെ വ്യക്തമാക്കി കൊടുക്കാനും ശരിയായ രീതിയിൽ തന്നെ ഈസാ പ്രവാചകനിൽ വിശ്വസിക്കാനുമുള്ള അവസരം ഈസാ പ്രവാചകൻ അലൈഹിസ്സലാമയുടെ തിരിച്ചുവരവിലൂടെ സാധ്യമാവും എന്നുള്ളതാണ്. അതിനെല്ലാം ഉപരിയായി നമ്മൾ അറിയണം, മനസ്സിലാക്കണം, ഒരു അത്ഭുതം എന്നോണമാണ് ആകാശത്തിലേക്ക് ഈസാ പ്രവാചകൻ അലൈഹിസ്സലാമയെ ഉയർത്തപ്പെട്ടത്. എന്നാൽ ഈസാ പ്രവാചകൻ അലൈഹിസ്സലാം മനുഷ്യനാണ്. മനുഷ്യൻ മണ്ണിൽ നിന്നുള്ളതാണ്. മണ്ണിൽ നിന്ന് വന്നവർ മണ്ണിലേക്ക് തന്നെ മടങ്ങിപ്പോവേണ്ടുന്നവരാണ്. മിൻഹാ ഖലഖനാകും വഇലൈഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ നുഖ്റാ. മണ്ണിൽ നിന്നാണ് നാം നിങ്ങളെ പടച്ചത്, മണ്ണിലേക്കാണ് നാം നിങ്ങളെ മടക്കുക, ആ മണ്ണിൽ നിന്ന് തന്നെയാണ് നാം നിങ്ങളെ പുറപ്പെടുവിക്കുക. ഈസാ പ്രവാചകൻ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകനാണ്, അല്ലാഹുവിന്റെ ചൈതന്യമാണ്, അല്ലാഹുവിന്റെ വചനമാണ്, അതോടൊപ്പം അല്ലാഹുവിന്റെ ദാസനാണ്, അല്ലാഹുവിന്റെ അടിമയാണ്. നിശ്ചയദാർഢ്യമുള്ള 5 പ്രവാചകന്മാരിൽപ്പെട്ട ഒരു പ്രവാചകനാണ്. അതോടൊപ്പം തന്നെ പറഞ്ഞതുപോലെ ഈസാ പ്രവാചകൻ മണ്ണിൽ നിന്ന് പടച്ച മനുഷ്യരുടെ കൂട്ടത്തിലാണ് ഈസാ നബി അലൈഹിസ്സലാമയുടെയും സ്ഥാനം. അതുകൊണ്ട് മണ്ണിലേക്ക് തന്നെ മടങ്ങേണ്ടതുണ്ട്. മിൻഹാ ഖലഖനാകും വഇലൈഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ നുഖ്റാ എന്ന് പറഞ്ഞ കാര്യമുണ്ടല്ലോ, അത് ഈസാ നബി അലൈഹിസ്സലാമയുടെ കാര്യത്തിലും ബാധകമാവണം. ഇക്കാര്യങ്ങളെല്ലാം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയാണ് ഈസാ പ്രവാചകൻ അലൈഹിസ്സലാമയുടെ പുനരാഗമനം. അള്ളാഹു കാര്യങ്ങളെ കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനും നമുക്ക് തൗഫീഖ് നൽകി സഹായിക്കുമാറാവട്ടെ. അള്ളാഹു ഫലസ്തീൻ മക്കളെ വിമോചിപ്പിക്കുമാറാവട്ടെ. അള്ളാഹു അവരെ എല്ലാ അർത്ഥത്തിലും സഹായിക്കുമാറാവട്ടെ. യുദ്ധങ്ങളില്ലാത്ത സമാധാനപൂർണമായ ഒരു കാലത്ത് ജീവിക്കാൻ റബ്ബ് തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു ഖുദ്സിന് സമ്പൂർണ്ണമായ മോചനം പ്രദാനം ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. الحمد لله رب العالمين والصلاة والسلام على الرسول الأمين محمد وعلى آله وصحبه أجمعين. أيها الناس أوصيكم وإياي ثانيا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവൻ്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവൻ്റെ പ്രീതിയിലും അവൻ്റെ പൊരുത്തത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധു, മിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ബർസഖി ജീവിതം അള്ളാഹു തആല വിശാലമാക്കി തരുമാറാവട്ടെ, വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അർശിൻ്റെ രാജസിംഹാസനത്തിൻ്റെ നിഴൽ നൽകിക്കൊണ്ട് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വലത് കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉലമായുടെ ഭാഗമാവുന്നവരുടെ കൂട്ടത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസറിന്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കുടിക്കുന്നവരുടെ കൂട്ടത്തിലും സിറാത്തിലൂടെ മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യുന്നവരുടെ ഗണത്തിലും ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം സുദ്ദീഖുകളോടൊപ്പം ശുഹദാക്കളോടൊപ്പം സ്വാലിഹീങ്ങളോടൊപ്പം സന്തോഷ
സന്തോഷത്തോടെ സംഗമിക്കുന്നവരുടെ കൂട്ടത്തിലും നമ്മെ എല്ലാവരെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യ സന്താനങ്ങളിൽ കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ സജ്ജനങ്ങളാക്കി മാറ്റുമാറാവട്ടെ. അള്ളാഹു തആല ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സോടുകൂടി ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അബേ, ഞങ്ങളുടെ മാതാപിതാക്കളോട് നീ കരുണ കാണിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനാ സിഗാറാ. അല്ലാഹുവേ, പടച്ച തമ്പുരാനെ, എല്ലാവിധ സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും കടങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പടച്ച തമ്പുരാനെ ഞങ്ങളെല്ലാവരെയും രക്ഷപ്പെടുത്തി നീ അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഇസ്ലാമികമായ ശരിയായ ദീനീ ജീവിതം നയിക്കാൻ, തഖ്വയോടുകൂടിയുള്ള ഈമാനോടുകൂടിയുള്ള ജീവിതം നയിക്കാൻ റബ്ബേ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി നീ അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, അപകട മരണങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും മുഴുവൻ ജനങ്ങളെയും പടച്ച തമ്പുരാനെ നീ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുമ്മ റദ്ദ അൻ നബി ബക്കർ വഉമർ വഉസ്മാൻ വഅലി വഅൻ ബഖിയത്തി സ്വഹാബത്തി വസ്വഹാബിയ്യത്തി കുല്ലിഹിം അജ്മഈൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم لا تعذبنا بالنار ولا تجعلنا من حطب النار انها بئس الدار وبئس المثوى وبئس القرار. اللهم لا تجعل في قلوبنا غلا للذين امنوا ربنا انك انت رؤوف رحيم. اللهم انصر المسلمين في فلسطين اللهم انصرهم في غزة اللهم انصرهم اللهم انصر المسلمين المجاهدين في كل مكان. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. الله أكبر الله أكبر الله أكبر الله